വിശദമായി നായ്ക്കൾ നരഭോജികളായി മാറുന്നു. തെരുവു നായ്ക്കളെ കൊല്ലേണ്ടി വരുമെന്ന മന്ത്രിയുടെ പ്രസ്താവനയല്ല, കൊന്നൊടുക്കുക തന്നെ വേണമെന്ന ജനങ്ങൾ. കാറിൽ യാത്ര ചെയ്യുന്നവന്റെ സുരക്ഷ ക്രമീകരിക്കുന്നവർ സാധാരണക്കാരന്റെ നൊമ്പരം മനസ്സിലാക്കണം. തെരുവു നായ്ക്കൾ തെരുവുകൾ മാത്രം കൈയടക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്ന് തെരുവോരങ്ങളിലും ഊടുവഴികളിലും സ്കൂൾ പരിസരങ്ങളിലുമെല്ലാം ശ്വാനപ്പടകളുടെ ക്രൂരഭാവം ഭയന്ന് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ എല്ലാ അതിർരേഖകളും ലംഘിച്ച് മനുഷ്യമാംസം തേടിയിറങ്ങുന്ന ഹിംസ ജന്തുക്കളായി നായ്ക്കൾ മാറിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ഒരു മനുഷ്യജീവൻ നിരവധി നായ്ക്കളുടെ ആക്രമണത്തിൽ മരണപ്പെടുമ്പോൾ തകർന്നു വീണത് നമ്മുടെ നാടിന്റെ നിയമതത്വ സംഹിതയാണ്. മനുഷ്യജീവന്റെ വിലയേക്കാൾ വലുത് ചില തത്വചിന്താഗതികളും സ്വയം ആളാകാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങളുമാണെന്ന തിരിച്ചറിവിൽ ജനം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. തെരുവു നായ്ക്കളുടെ ജീവനും അവരുടെ സന്തതി പരമ്പരകളുടെ സംരക്ഷണ ചുമതലകളും ഏറ്റെടുക്കാൻ നായ സംരക്ഷണ സമിതികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് ഇതിനു മുമ്പ് തന്നെ അറിയാം. ഈ നായ്ക്കളെ സ്നേഹപരിപാലനത്തോടെ സംരക്ഷിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നവർ പൊതുജന സമക്ഷത്ത് വരണമെന്നും അവരോടൊപ്പം നായ്ക്കളെ പറഞ്ഞയക്കുവാനുള്ള പദ്ധതികളെങ്കിലും ഗവൺമെന്റ് ചെയ്യണമെന്നുമാണ് ജനങ്ങൾ ഇപ്പോഴത്തെ ആവശ്യം. കൂടെ മറ്റൊരു കാര്യം കൂടി ജനങ്ങൾക്ക് ബോധിപ്പിക്കുവാനുമുണ്ട്. ഈ നായ്ക്കൾ വീണ്ടും പ്രത്യാക്രമണം അഴിച്ചുവിട്ടാൽ തെരുവു നായ്ക്കളെക്കാൾ വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കാൻ അവരോട് പ്രതികരിക്കാൻ ജനങ്ങൾക്ക് കഴിയുമെന്നുള്ള ഒരു താക്കീതും ജനങ്ങൾ നൽകുന്നു. ആനപ്പുറത്തിരിക്കുന്നവന് പട്ടിയെ എന്തിനു ഭയക്കണം? അവന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടല്ലോ. രാത്രിയിൽ കടലോരത്ത് പോകേണ്ടി വന്ന 65-കാരിക്കുണ്ടായ നായ ആക്രമണം പടർന്നു പിടിച്ച് പല മേഖലകളിലും നായ്ക്കൾ കുരച്ചു ചാടി. കോമ്പലുകൾ ഉടക്കി ചോര വാർന്ന ശരീരവുമായി ജനങ്ങൾ വിഹ്വലരായി നെട്ടോട്ടമോടുമ്പോൾ റോമ സാമ്രാജ്യം കത്തിയരിഞ്ഞപ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയുടെ പര്യായമായി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറുന്നുവെങ്കിൽ നിയമം കയ്യിലെടുക്കാൻ ജനങ്ങൾ നിർബന്ധിതരാകും. ഗവൺമെന്റിനോടായി ജനങ്ങൾക്ക് പറയുവാൻ നിരവധി കാര്യങ്ങളുണ്ടെങ്കിലും പ്രധാനമായി ഉണർത്തിക്കുന്നത് ഇതാണ്. സാധാരണക്കാർ അധിവസിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ സ്കൂളിലും കൂലി ജോലിക്കും പോകുന്ന ഞങ്ങളുടെയും ഞങ്ങളുടെ കുരുന്നുകളുടെയും ജീവൻ ശ്വാനൻ ഭക്ഷണമാക്കിയാൽ ആ ഒരു ഗതികേട് ഞങ്ങൾക്കുണ്ടായാൽ ഞങ്ങൾ പ്രതികരിക്കുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ വിശദീകരിക്കാൻ കഴിയില്ല. കാറിൽ യാത്ര ചെയ്യുന്നവന്റെ സുരക്ഷ ക്രമീകരിക്കുന്നവർ സാധാരണക്കാരന്റെ നൊമ്പരം മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ജനങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്.